ഹായ് ഹലോ ഗായ്സ് വെൽക്കം ടു നിതിൻ ഫ്ലിക്സ്. 2025 ആദ്യ ദിവസത്തിലോട്ട് നമ്മളെല്ലാവരും കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, കന്നഡ, തെലുങ്ക് മൂവീസ് ഏതൊക്കെയാണെന്ന് അറിയാകും ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് തന്നെ പോകാം. 2025 മോസ്റ്റ് ഹൈപ്പിഡ് മലയാളം മൂവീസ്. ജനുവരി റിലീസെത്തുന്ന ടോവിനോ, തൃഷ എന്നിവർ അഭിനയിക്കുന്ന ചിത്രമാണ് ഐഡൻറ്റിറ്റി. ഈ പടം ട്രെയിലർ റിലീസിലൂടെ ഒരു ഹൈപ്പ് എന്നത് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ജനുവരി ചിത്രമാണ് ആസിഫ് അലി അനുസരിച്ച് അഭിനയിക്കുന്ന രേഖ ചിത്രം. മുൻപ് ആർസി പടം എന്ന് പറഞ്ഞാൽ ആറ്റം ബോംബ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന മലയാളികൾ ഇപ്പോൾ ഇങ്ങനെ എല്ലാ പടത്തിലും ഹൈപ്പ് ക്രിയേറ്റ് ആക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇപ്പോൾ അടിപൊളിയാണ്. അതുപോലെ മറ്റൊരു ആസിഫ് അലി ചിത്രമാണ് ടിക്കി ടാക്ക. ഈ വർഷത്തെ വൺ ഓഫ് മോസ്റ്റ് ഹൈപ്പഡ് ഫിലിമാണെന്ന് പറയാം. മാർക്കോ റിലീസിന് ശേഷം ഈ പടത്തിന് ഹൈപ്പ് ഇനിയും കൂടിയിട്ടുണ്ട്. റെയ്ഡ് മൂവിയൊക്കെ ചെയ്ത ആക്ഷൻ കൊറിയോഗ്രാഫറാണ് ഈ പടത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചിത്രം മമ്മൂട്ടിയുടെ ബസൂക്ക. ഒരുപാട് നേരം ജേണർ യൂസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണെന്നാണ് പറയുന്നത്. ഇതിന് വലിയൊരു ഹൈപ്പ് തന്നെ പടത്തിലുണ്ട്. അതുപോലെ മോഹൻലാൽ ഫാമിലി ഓഡിയൻസിനിടയിൽ കംബാക്ക് എന്ന ലേബലിൽ പുറത്തു വരുന്ന ചിത്രമാണ് തുടരും. കേരളത്തിലെ ഏറ്റവും ഫാമിലി സപ്പോർട്ട് നടനാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ ഓരോ പോസ്റ്ററിലും നല്ല രീതിയിൽ വരവേൽപ്പുണ്ട്. ഇനി പറയാൻ പോകുന്ന ചിത്രമാണ് 2025 ഏറ്റവും വലിയ ഹൈപ്പിലുള്ള രണ്ട് പടങ്ങൾ. കത്തനാറ് എന്ന ജയിച്ചൊരു ചിത്രമാണ്. ഇത് ടീസറൊക്കെ കണ്ട് വൻ ഹൈപ്പാണ്. ഈ പടത്തിന് വൻ ബഡ്ജറ്റിലും പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചാണ് വരുന്നത്. 2025 ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രം കൂടിയാണിത്. ഒരു ബ്രഹ്മാണ്ഡ ചിത്രം കൂടിയാണിത്. ഒന്നാമത്തെ സാധനം എല്ലാവർക്കും അറിയാം, എമ്പുരാൻ. പൃഥ്വിരാജ് ഡയറക്ഷനിൽ വരുന്ന ലൂസിഫർ സീക്വൽ മൂവിയാണ്. മോഹൻലാലിൻ്റെ ബോക്സ് ഓഫീസിന് വൻ കംബാക്ക് അടിക്കാൻ പോകുന്ന മൂവി എന്ന ഒരു ലേബലിലാണ് ഈ പടം പുറത്തിറങ്ങുന്നത്. അതുമാത്രമല്ലാതെ ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ഹൈപ്പുള്ള മലയാള പടമാണിത്. എമ്പുരാൻ ലിയോട്ട കേരള FD പൊട്ടിക്കാൻ മലയാളത്തിലെ ഏക ഒരു തുറപ്പിച്ചീട്ടെന്ന് പറയുന്നത് ഇതാണ്. പെട്ടെന്ന് ക്ലിക്കായ 2025 ഹൈപ്പിഡ് പടം മാത്രമേ എടുത്തിട്ടുള്ളൂ. വിട്ടുപോയിട്ടുള്ള ഹൈപ്പിഡ് മൂവീസ് കമൻറ്റ് ചെയ്യണേ. തമിഴിലെ ഹൈപ്പിൽ വരുന്ന 2025 മൂവീസ്. ജനുവരി പൊങ്കൽ റിലീസായി തീരുമാനിച്ച് നമ്മൾ സ്വന്തം അജിത് കുമാർ ചിത്രമാണ് വിടാൻ പോവാച്ചി. ഇംഗ്ലീഷ് മൂവിയായ ബ്രേക്ക് ഡൗണിൻ്റെ റീമേക്കാണ് ചിത്രം. പക്ഷേ റിലീസ് ഡേറ്റ് മാറ്റി എന്നാണ് പറയാൻ സാധിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ലൈക്ക പ്രൊഡക്ഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിന് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊങ്കൽ റിലീസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ജനുവരി ലാസ്റ്റ് റിലീസ് ആകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും റിലീസ് ചെയ്തിട്ട് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ഈ വർഷം തന്നെ പടം പുറത്തിറങ്ങും. അതുപോലെ മറ്റൊരു അജിത് ചിത്രമാണ് 2025 റിലീസ് ചെയ്യുന്നത്, ഗുഡ് ബൈ അഗ്ലി. നെക്സ്റ്റ് മൂവിയാണ് തഗ് ലൈഫ്. കമൽഹാസൻ മണിരത്നം കോമ്പിനേഷനിൽ വരുന്ന കമൽ കംബാക്ക് എന്ന ലേബലിൽ വരുന്ന ഒരു വലിയൊരു പടമാണ് തഗ് ലൈഫ്. വിക്രം നായകനായ വീരാധീര സൂരൻ. ഇതിന് ടീസറിനൊക്കെ വൻ റീച്ചായിരുന്നു. വിക്രം കംബാക്ക് അടിക്കാൻ നോക്കുന്ന പടം കൂടിയാണ് ഇത്. അതുപോലെ 2025 തമിഴ് സിനിമ കാണാൻ പോകുന്ന ഒരു നടൻ്റെ ഏറ്റവും വലിയ കംബാക്ക് എന്ന ലേബലിൽ റിലീസ് ചെയ്ത ചിത്രമാണ് സൂര്യനായനാകുന്ന റെട്രോ. കാർത്തിക് സുബ്രാജ് ഡയറക്ഷനിൽ വരുന്ന ഈ പടം മാർച്ച് റിലീസാണെന്ന് പറയുന്നു. അടുത്ത ചിത്രം രജനി, ലോകേഷ് പ്ലസ് ഒരുപാട് മൾട്ടി സ്റ്റാർസ് ഉള്ള എന്തിന് അമീർ ഖാൻ വരെയുള്ള ഈ പടം. 2025 ഏറ്റവും ഹൈപ്പുള്ള തമിഴ് മൂവിയാണ് ഗോളി. അടുത്തൊരു ചിത്രം 2025 ദളപതി വിജയുടെ ഫെയർവെൽ മൂവിയായിട്ട് വരുന്ന ദളപതി 69. ടൈറ്റിൽ ഇതുവരെ ഇട്ടിട്ടില്ല. വിജയുടെ ലാസ്റ്റ് പടമായതുകൊണ്ട് ഇതിന് ഓഡിയൻസിന് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പടമാണ്. 2025 തെലുങ്ക് ഹൈപ്പിഡ് മൂവീസ്. ഗെയിം ചേഞ്ചർ, രാം ചരൺ ശങ്കർ പടം ജനുവരി പൊങ്കൽ റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത്. അടുത്ത പടം രാജ് സാബ്. പ്രഭാസ് പാനറ്റി മൂവി വിട്ട് ഒരു സാധാരണ പടമായി വരുന്ന ഒരു ഹൊറർ കോമഡി ചിത്രമാണ് ഇത്. പ്രഭാസ് മറ്റൊരു ക്യാമിയോയിൽ വരുന്ന ചിത്രമാണ് കണ്ണപ്പ. മോഹൻലാലൊക്കെ ഉണ്ട്. വലിയ ഹൈപ്പില്ല, പക്ഷേ കാസ്റ്റൊക്കെ വലുതാണ്. 2025 ഏറ്റവും ഹൈപ്പുള്ള കന്നഡ മൂവീസ്. കാന്താര 2 ആൻഡ് ടോക്സിക് ആണ്. കാന്താര 2 പാൻ ഇന്ത്യൻ ലെവൽ ഹൈപ്പുള്ള പടമാണ്. 2025 ഹൈപ്പുള്ള ഇന്ത്യൻ ചിത്രമെന്ന് പറയാം. യാഷ് നായനായിരുന്ന ടോക്സിക്കും ഈ വർഷം വരുന്ന ഏറ്റവും വലിയ ഹൈപ്പുള്ള മൂവിയാണ്. 2025 മോസ്റ്റ് ഹൈപ്പഡ് ഹിന്ദി ഫിലിംസ്. 1 വാർ 2, 2 സിക്കന്ദർ എന്ന മൂവീസാണ്. വേറെ വലിയ ഹൈപ്പഡ് മൂവീസൊന്നും ഇല്ല. ഇതുവരെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. 2025 മോസ്റ്റ് ഹൈപ്പഡ് ഇംഗ്ലീഷ് ഫിലിംസ്. ഫസ്റ്റ് വൺ ബെല്ലറീന. ജോൺ വിക്കിൻ്റെ സ്പിൻ ഓഫായി വരുന്ന അന DRMS നായികയായ പടം. പിന്നെ മിഷൻ ഇമ്പോസിബിൾ ലാസ്റ്റ് പാർട്ടായ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റീകോണിങ്. അതുപോലെ ലില്ലി മുർഫി ചിത്രമാണ് 28 years ലേറ്റേഴ്സ്. പിന്നെ DC കോമിക് മൂവി വരുന്നത് സൂപ്പർമാൻ എന്ന മൂവിയും വൻ ഹൈപ്പാണ്. ഈ പടത്തിന് ഫോറിൻ കൺട്രീസിലൊക്കെ വൻ ഹൈപ്പാണ്. കാരണം ആ കോമിക് സൂപ്പർമാൻ തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ ആണ് വെയിറ്റ് ചെയ്യുന്നത്. ട്രെയിലറൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ മാർവൽ മൂവിയായ തണ്ടർ ബോൾട്ട്, ക്യാപ്റ്റൻ അമേരിക്ക, ന്യൂ ബ്രേവ് എന്ന ചിത്രങ്ങളും 2025 വലിയ ഹോളിവുഡ് റിലീസുകളാണ്. ഒഫീഷ്യലി 2025 ഉണ്ടെന്ന് പറയുന്ന പടങ്ങളാണ്. കൂടാതെ 2025 പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞാൽ അവതാർ 3യും 2025 ഉണ്ടാകുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയ 2025 ഹൈപ്പിഡ് ഫിലിംസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നോട്ടബിളായ ചിത്രങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മച്ചം വരെ അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ എല്ലാം പ്രതീക്ഷിച്ച് നിർത്തുന്നു. ബായ്.